മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉത്തമഗീതം 2:15 സോങ്സ് ഓഫ് സോങ്സ് ചാപ്റ്റർ 2 വേഴ്സ് 15 മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. ആത്മീയ ജീവിതം തകരുന്നത് എങ്ങനെയെന്ന് സോളമൻ ഉപമാരൂപേണ ചിത്രീകരിക്കുകയാണ്. തഴച്ചു വളർന്ന് പടർന്ന് പന്തലിച്ച് പൂക്കളും കായ്ക്കളുമായി നിൽക്കുന്ന മുന്തിരിത്തോട്ടം നശിപ്പിക്കുവാൻ കൊച്ചു കുറുക്കന്മാർക്ക് സാധിക്കും. വലിയ കാട്ടുജന്തുക്കളുടെ ഉപദ്രവത്തെക്കാൾ ഭയപ്പെടേണ്ടത് കൊച്ചു കുറുക്കന്മാരുടെ ശല്യത്തെയാണ്. നല്ല സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരെ തകർക്കുവാൻ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന ചെറിയ തെറ്റുകൾ പ്രാപ്തമാണ്. ചെറിയ പാപങ്ങൾ വളർന്ന് ജീവിതത്തെ നശിപ്പിക്കും. ക്രൈസ്തവൻ ചെറിയ പാപങ്ങൾക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കരുതലില്ലാതെ അലക്ഷ്യമായി പറയുന്ന നിസ്സാര വാക്കുകൾ നമ്മളെ അധപ്പതിപ്പിക്കും. കുടുംബ പ്രാർത്ഥനയിൽ അലക്ഷ്യഭാവം കാട്ടുന്നവർ ക്രമേണ പ്രാർത്ഥനാ ജീവിതമില്ലാത്തവരായി മാറും. ജഡികോല്ലാസത്തിനു വേണ്ടി അല്പം ചായുന്നത് നമ്മെ മ്ലേച്ഛ ജീവിതത്തിലേക്ക് ആനയിക്കും. സാത്താൻ നമ്മെ പിടിക്കുവാൻ തന്റെ ചൂണ്ടലിൽ കോർക്കുന്നത് കൊച്ചു കൊച്ചു പാപങ്ങളാണ്. നൂറ്റാണ്ടുകളായി യാതൊരു കുലുക്കവും കൂടാതെ നിന്ന ഒരു വൻമരം കാറ്റും പിശറുമില്ലാത്ത ഒരു രാത്രിയിൽ ഒടിഞ്ഞു വീണു. മരത്തിന്റെ ഉൾവശത്ത് കൃമികൾ വെറ്റുപെരുകി മരം ദ്രവിച്ചു പോയതായിട്ടാണ് കണ്ടത്. ഇതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ തക്ക സമയം തടയാതിരുന്നാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ തകർത്തുകളയും. നമ്മുടെ ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിന് ഹാനി വരുത്തുന്ന ചെറിയ പാപങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ കൊച്ചു കുറുക്കന്മാരാണ്. ചെറിയ പാപങ്ങൾ നമ്മുടെ കഴിവുകളെ ചോർത്തിക്കളയും, ജീവിത പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പല തുള്ളികൾ ചേർന്നാൽ പെരുവെള്ളമാകുന്നതുപോലെ ചെറിയ തെറ്റുകൾ വർദ്ധിച്ചാൽ ജീവിതത്തിന്റെ സുരഭിലത നശിച്ചുപോകും. ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ പാപങ്ങൾ വലിയവരുടെ വീഴ്ചയ്ക്ക് കാരണമാകും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.